Good morning. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓവറിംഗ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഏകദേശം ഒരു ലാസ്റ്റ് സെക്ഷനിലേക്ക് വന്നല്ലേ. എവിടെ വരെയായിരുന്നു നമ്മൾ പറഞ്ഞത്? പ്രിവാലൻസ്, അതിന്റെ യൂസസ് 3 പോയിന്റ് വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ? ഫോർമുല പറഞ്ഞു, പിന്നെ അതിന്റെ യൂസസ് ആ പറഞ്ഞത് അല്ലെ. ഹെൽപ്പ് ടു കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഹെൽത്ത് പ്രോബ്ലം ഓർ ഡിസീസ് ഇൻ ദ കമ്മ്യൂണിറ്റി. ഒരു സമൂഹത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ രോഗത്തിന്റെ അളവ്, മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രിവാലൻസ് ഉപയോഗിക്കുന്നു, സഹായിക്കുന്നു. Then identify potential high risk population. ഉയർന്ന അപകട സാധ്യതയുള്ള ജനവിഭാഗങ്ങളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു. പിന്നെ അടുത്തത് ഏതാണ്? യൂസ്ഫുൾ ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്ലാനിംഗ് പർപ്പസ് അല്ലെ. ഭരണപരവും പ്ലാനിംഗ് ആസൂത്രണപരവുമായിട്ടുള്ള ആവശ്യങ്ങൾക്കും പ്രിവാലൻസ് ഉപയോഗിക്കുന്നു അല്ലെ. 3 പോയിന്റ്സ്. ഇനി അടുത്ത് നോക്കിയേ. ഇനി അപ്പോ എന്താ പറയാ, അടുത്തത് അതിന്റെ ലിമിറ്റേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ലിമിറ്റേഷൻസ് ഓഫ് പ്രിവാലൻസ്. നോക്കിയേ എന്തൊക്കെയാ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്? Can be viewed as a slice through the proportion of population at a point in time. എന്താ പറഞ്ഞേക്കുന്നേ? ഒരു നിശ്ചിത സമയപരിധി, അവിടെ ടൈം പറയുന്നുണ്ടല്ലോ, ഒരു നിശ്ചിത സമയപരിധിക്കുള്ളില് ആ പോപ്പുലേഷന്റെ ഒരു സ്ലൈസ്, അതായത് ഒരു ചെറിയൊരു സാമ്പിള് മാത്രം അല്ലെ, അത്രയും മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ 1 ലക്ഷം, ഒരു 5 ലക്ഷം പേരുണ്ടെങ്കിൽ അതിൽ 5 ലക്ഷം പേര് നമ്മൾ എടുക്കൂല അല്ലേ. അതില് നമ്മൾ ഒരു സ്ലൈസ് ആയിട്ട് ഒരു 1000 പേരില് എത്ര പേർക്ക് എന്നുള്ളത് നോക്കിയിട്ടാണ് മൊത്തം പോപ്പുലേഷനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. എന്താ ഒരു ലിമിറ്റേഷൻ പറയുന്നത്? ഒരു പോപ്പുലേഷന്റെ ഒരു ചെറിയൊരു സാമ്പിളിനെ അനുസരിച്ചിട്ടായിരിക്കും അവിടത്തെ എന്താ നമ്മൾ പറയുന്നത്, ആ ഒരു പ്രിവാലൻസ്, രോഗവ്യാപനം നമ്മൾ അളക്കുന്നത്. അതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ പറയുന്നത് കേട്ടോ. ഒരു നിശ്ചിത സമയപരിധിയില് ആ പോപ്പുലേഷനിൽ എത്ര പേർക്ക് രോഗം ബാധിച്ചു എന്നാണ് അവിടെ കണക്കാക്കുന്നത്. അതെങ്ങനെയാ? മൊത്തം പോപ്പുലേഷന്റെ അല്ല. എന്താ പ്രപ്പോർഷൻ നോക്കിയേ? സ്ലൈസ് ടു ദ പ്രപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ. അത് ഒരു ഭാഗത്തെ അല്ലെങ്കിൽ ഒരു സ്ലൈസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ അത് കണക്കാക്കുന്നത്. കണ്ടോ? അതൊരു ലിമിറ്റേഷൻ ആട്ടോ. മൊത്തം നോക്കുന്നില്ല, ഒരു ഭാഗത്തെ മാത്രം ഒരു സ്ലൈസ് അനുസരിച്ച് അതിനെ നോക്കിയിട്ടാണ്, അതായത് നമ്മൾ പ്രപ്പോർഷൻ ചെയ്യാണ്, പോപ്പുലേഷന്റെ മൊത്തത്തിൽ കൺസിഡർ ചെയ്യുന്നില്ല. ഇനി രണ്ടാമത്തെ നോക്കിയേ. നോട്ട് കൺസിഡർ ദ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്. കണ്ടോ? ആ ഡിസീസിന്റെ ഡ്യൂറേഷൻ അവിടെ പരിഗണിക്കുന്നില്ല. രണ്ടാമത്തെ എന്താ? ആ രോഗത്തിന്റെ ഡ്യൂറേഷൻ അവിടെ പരിഗണിക്കുന്നില്ല. ഒരു നിശ്ചിത സമയ പരിധിയിൽ എത്ര പോപ്പുലേഷനിൽ എത്ര ആൾക്ക് രോഗബാധിതരായിട്ടുണ്ട് അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. ആ ഡിസീസിന്റെ ഡ്യൂറേഷൻ അവിടെ പരിഗണിക്കുന്നില്ല. ക്ലിയർ ആവുന്നുണ്ടോ? രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്താ പറഞ്ഞേക്കുന്നേ? Not consider the duration of disease. ആ ഡിസീസിന്റെ ഡ്യൂറേഷൻ ഇവിടെ പരിഗണിക്കുന്നില്ല. ഇനി മൂന്നാമത്തെ നോക്കിയേ. Only answer who has and who do have how many at present. ഇങ്ങനെയാ? only answer, എന്ത് മാത്രമേ ആൻസർ ചെയ്യുന്നുള്ളൂ? എന്ത് മാത്രം ഇപ്പൊ ആർക്കുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഇപ്പോൾ എത്രയുണ്ട്? ഹൗ മെനി അറ്റ് പ്രസന്റ്. ഇപ്പൊ എത്രയുണ്ട്, ഇപ്പോൾ ആർക്കുണ്ട് എന്നതിന് മാത്രമേ അവിടെ ആൻസർ തരുന്നുള്ളൂ. അതാണ് only answer who has അല്ലെ, ഇപ്പൊ ആർക്കുണ്ട്. And who do have how many at present അല്ലെ. എന്താ പറഞ്ഞത്? ഇപ്പൊ എത്രയുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ആർക്കുണ്ട് എന്നതിന് മാത്രമാണ് ആൻസർ തരുന്നുള്ളൂ. ഇനി അടുത്ത് നോക്കിയേ. ലാസ്റ്റ് പോയിന്റ്. നോട്ട് ആൻസർ. അപ്പൊ എന്തിനാ ആൻസർ തരുന്നില്ല അവര്? വെൻ. കണ്ടോ? എപ്പോൾ, എപ്പോഴാണ്. ആൻഡ് ഹൗ ലൈക്ലി ദ ഡിസീസ് ഡെവലപ്പ് be not suit for etiological studies. കണ്ടോ? എപ്പോൾ എങ്ങനെ നമുക്ക് രോഗം ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന ചോദ്യത്തിന് ആൻസർ തരുന്നില്ല. കണ്ടോ?
when and how likely the disease develop. കണ്ടോ, എപ്പോൾ എങ്ങനെ നമുക്ക് രോഗം ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ചോദ്യത്തിന് പ്രിവാലൻസ് ആൻസർ തരുന്നില്ല. രോഗവ്യാപനം നമ്മൾ ആ റേറ്റ് നമുക്ക് ആൻസർ തരുന്നില്ല. വി നോട്ട് സ്യൂട്ട് ഫോർ, അതുകൊണ്ട് തന്നെ എന്തിനു സ്യൂട്ട് അല്ല? എത്തിയോളജിക്കൽ സ്റ്റഡീസ്. ഡിസീസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതല്ലേ, the case or origin of disease, അതാണ് എത്തിയോളജി എന്ന് പറയുന്നത് അല്ലെ. എത്തിയോളജിക്കൽ സ്റ്റഡീസിന് അതുകൊണ്ട് തന്നെ ഇത് സ്യൂട്ട് അല്ല. കണ്ടോ, ഇത്രയാണ് ലിമിറ്റേഷൻസ് പറയുന്നത്. ഒന്നാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? ആ പോപ്പുലേഷനെ മൊത്തം കൺസിഡർ ചെയ്യുന്നില്ല, ഒരു ഭാഗത്തെ മാത്രമാണ് നോക്കുന്നുള്ളൂ അല്ലെ. ഒരു ഭാഗത്ത് ബേസ് ചെയ്ത് നമ്മൾ അല്ലെങ്കിൽ ഒരു സ്ലൈസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സാമ്പിളിനെ മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് മൊത്തം അതിന്റെ പ്രപ്പോർഷൻ അനുസരിച്ചാണ് നമ്മൾ മൊത്തം പോപ്പുലേഷനിൽ രോഗവ്യാപനം കണ്ടുപിടിക്കുന്നത്. അത് ഒന്നാമത്തെ ലിമിറ്റേഷൻ. പിന്നെ ആ ഡിസീസിന്റെ ഡ്യൂറേഷൻ അവിടെ പരിഗണിക്കുന്നില്ല. പിന്നെ മൂന്നാമത്തെ പോയിന്റിൽ എന്താ? ഇപ്പൊ ആർക്കുണ്ട് അല്ലെ, ആർക്കുണ്ട്, ഹൗ മെനി അറ്റ് പ്രസന്റ് അല്ലെ, ഇപ്പോൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള, എത്രയുണ്ട് എന്നതിന് മാത്രമേ ആൻസർ നമുക്ക് കിട്ടുന്നുള്ളൂ. എന്തിന് ആൻസർ കിട്ടുന്നില്ല? എപ്പോൾ എങ്ങനെ രോഗം ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന് ഉത്തരം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു എത്തിയോളജിക്കൽ സ്റ്റഡീസിന് ഈ പ്രിവാലൻസ് യൂസ്ഫുൾ അല്ല, അത് സ്യൂട്ട് അല്ല. കണ്ടോ, അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല അല്ലെ. ഇപ്പോൾ എങ്ങനെ നമുക്ക് രോഗം ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നതിന് ആൻസർ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് എത്തിയോളജിക്കൽ സ്റ്റഡീസിന് അത് സ്യൂട്ട് അല്ല. ക്ലിയർ ആയോ? നോക്കിയ 4 പോയിന്റ്സ്. യെസ് അല്ലെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഇനി പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നോക്കി, ഇവിടെ ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. ഈ ബോക്സിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആ ബോക്സിന്റെ അവിടെ നിങ്ങൾ ഒന്ന് ടിക്ക് ഇട്ട് വെച്ചോ. ഫാക്ടർ അഫക്റ്റിംഗ് പ്രിവാലൻസ്, പ്രിവാലൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ഘടകങ്ങൾ ഏതൊക്കെയാണ്, പ്രിവാലൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നോക്കിയേ, ഒന്നാമത്തെ കോളത്തിൽ ഇൻക്രീസ്ഡ് എന്നാട്ടോ. ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, ഒന്ന് കറക്റ്റ് ചെയ്തോ. INCRECREASED, ഇൻക്രീസ്ഡ്, കൂടാൻ. പ്രിവാലൻസ് കൂടാനായിട്ടുള്ള ഫാക്ടേഴ്സ്, കൂടുന്നതിന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ്. പ്രിവാലൻസ് ഡിക്രീസ് ചെയ്ത് കുറയുന്നതിന് ആവശ്യമായിട്ട് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ 2 ടേബിൾ ആയിട്ടാണ് തിരിച്ചേക്കുന്നത് കേട്ടോ. ഏതൊക്കെയാണ് നോക്കിയേ? ഇൻക്രീസ്ഡ് ബൈ, കറക്റ്റ് ചെയ്തോ? INCREASED. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറയുന്നത് ക്ലിയർ അല്ലായികയുണ്ടോ? നോ. ഓക്കെ. ഓക്കെ, അപ്പോ ആ ടേബിള് നിങ്ങളൊന്ന് ടിക്കിട്ട് വെക്കാട്ടോ. ഓക്കെ, നോക്കിയേ, അപ്പൊ ഫസ്റ്റ് കോളത്തിൽ എന്താ പറഞ്ഞേക്കുന്ന ടേബിളിൽ എന്താ? പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ കൂടാനായിട്ട് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ്. ഇവിടെ എന്താ? പ്രിവാലൻസ് കുറയുന്ന, ഡിക്രീസ് ചെയ്യാൻ കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? കണ്ടോ, 2 ടേബിൾ കണ്ടില്ലേ? ഇനി അതിനകത്ത് ഫസ്റ്റ് നോക്കിയേ എന്തൊക്കെയാണ്. ഇതൊരു ഇത്തിരി കൺഫ്യൂസ്ഡ് ആണ്, പക്ഷെ മനസ്സിലാക്കി വെച്ചാൽ ഓക്കെ ആണ് കേട്ടോ. ഓക്കെ, പ്രിവാലൻസ് കൂടാനായിട്ട്, രോഗവ്യാപനം കൂടുന്നതിന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ്. ഫസ്റ്റ് നോക്കിയേ, ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്. കണ്ടോ, ആ ഡിസീസിന്റെ ഡ്യൂറേഷൻ, കുറെ നാള് ആ ഡിസീസ് നിൽക്കുവാണെങ്കിൽ രോഗവ്യാപനം കൂടൂലേ അല്ലേ? ഇപ്പൊ ഒരാൾക്ക് ഒരു രോഗം വന്നു, ഒരു 2 മാസം അയാൾക്ക് ആ രോഗം നിലനിന്നു വന്നു. അപ്പൊ ആ 2 മാസം എന്താ മറ്റുള്ള ആളുകളിലേക്ക് രോഗം വ്യാപിക്കാനുള്ള രോഗവ്യാപനം കൂടൂലേ? കൂടാനുള്ള ഒരു കാരണമല്ല അത് ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കാം, എന്താണ് കൂടാനുള്ള കാരണം എന്ന് പറഞ്ഞ ഒന്നാമത്തെ എന്താണ്? ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്. ആ ഡിസീസിന്റെ, രോഗത്തിന്റെ ദൈർഘ്യമേറിയ കാലയളവ്, ലോങ്ങർ ഡ്യൂറേഷൻ
ആ രോഗത്തിന്റെ ദൈർഘ്യമേറിയ കാലയളവ്, അതാ കുറെ നാള് ആ രോഗം അയാളിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ രോഗവ്യാപനം കൂടും. അപ്പൊ നോക്കിയേ, ഡിക്രീസ്ഡ് ബൈ നോക്കിയേ, നേരെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. ഷോർട്ടർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്, എന്താണ്, കുറച്ച അല്ലെ രോഗത്തിന്റെ ആ ദൈർഘ്യം കുറവാണെങ്കിൽ, ഇപ്പൊ രോഗം വന്നു, നമ്മൾ പെട്ടെന്ന് മെഡിസിൻ ഒക്കെ കഴിച്ചു, ഒരാഴ്ച കൊണ്ട് അയാൾക്ക് ആ രോഗം മാറി. അപ്പൊ ആ ഒരാഴ്ചയല്ലേ രോഗം സ്പ്രെഡ് ചെയ്യാനുള്ള, വ്യാപിക്കാനുള്ള കാരണമുള്ളൂ അല്ലെ? പെട്ടെന്ന് രോഗം മാറിയ പിന്നെ പ്രശ്നമില്ലല്ലോ, ഉണ്ടോ? ആ പോയിന്റ്സ് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇൻക്രീസ് ചെയ്യാൻ കാരണം എന്താ? ഡ്യൂറേഷൻ കൂടുമ്പോൾ, രോഗത്തിന്റെ ഡ്യൂറേഷൻ കൂടുമ്പോൾ പ്രിവാലൻസ് അല്ലെങ്കിൽ രോഗവ്യാപനം കൂടും. ഇനി ഡ്യൂറേഷൻ കുറയുമ്പോൾ, ഡിസീസിന്റെ ഡ്യൂറേഷൻ കുറയുമ്പോൾ രോഗവ്യാപനം കുറയും. നിങ്ങൾക്ക് അറിയാം, നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് പനി വന്നു അല്ലെ, പനി നമ്മള് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ചില്ല, നമ്മൾ അതുകൊണ്ട് വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ചിരിക്കുകയാണ്, 2 ആഴ്ച പനി നമുക്ക് നിൽക്കുകയാണെങ്കിൽ ആ 2 ആഴ്ച നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്കും കൂടി അത് രോഗം സ്പ്രെഡ് ചെയ്യാനുള്ള കാരണമാകും അല്ലെ? ആ ഒരു ചാൻസ് കൂടുതലാണ്. എന്നാൽ ഇന്നിപ്പോ നമുക്കൊരു പനിയുടെ ഒരു സിംറ്റംസ് പോലെ തോന്നി, അപ്പൊ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ചു, ഒരു ദിവസം പനിച്ചില്ലെങ്കിൽ ആ നിങ്ങളുടെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും വരുമില്ലല്ലോ, അപ്പൊ രോഗവ്യാപനം കുറവല്ലേ? ക്ലിയർ അല്ലേ? പോയിന്റ്സ് ഒന്ന് മനസ്സിലാക്കി വെക്കണേ. എപ്പോഴും ചോദിക്കാറുണ്ട് ഈ ഒരു ബോക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ടേബിൾ കൂടാനാണോ കുറയാനാണോ എന്നുള്ളത് വ്യക്തമാക്കി മനസ്സിലാക്കി വെക്കാം. അപ്പൊ അങ്ങനെ ഒരു എക്സാമ്പിൾ വെച്ചൊന്ന് നോക്കി വെച്ചാൽ മതി. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കിയാൽ പ്രൊലോങ്ങേഷൻ ഓഫ് ലൈഫ് ഓഫ് ദ പേഷ്യന്റ് വിത്തൗട്ട് ക്യൂർ. കണ്ടോ, ചികിത്സ കൂടാതെ, ചികിത്സിക്കാതെ അല്ലെ ചികിത്സ കൂടാതെ ആ പേഷ്യൻസിന്റെ ആയുസ് നീട്ടിക്കൊണ്ടുപോകൽ, പ്രൊലോങ്ങേഷൻ. ചികിത്സിക്കാതെ, ഇപ്പൊ നമുക്ക് അസുഖം വന്നു, നമ്മൾ ഹോസ്പിറ്റലിൽ പോവില്ല, തന്നെ മാറിക്കോളെന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുവാണ്, അപ്പൊ നമുക്ക് രോഗവ്യാപനം കൂടൂലേ? ചികിത്സ കൂടാതെ പേഷ്യൻസിന്റെ ആ ലൈഫ് നീട്ടിക്കൊണ്ടു പോകുന്നത് രോഗവ്യാപനം കൂടാനുള്ള കാരണമാണ്. കിട്ടിയല്ലോ? പ്രൊലോങ്ങേഷൻ ഓഫ് ലൈഫ് ഓഫ് the patient without cure. Okay. ഇനി അതിന്റെ നേരെ കൊടുത്തേക്കുന്നത് അതുമായിട്ട് ബന്ധമില്ലാത്തൊരു പോയിന്റ് ആട്ടോ. എങ്കിലും നമുക്ക് അടുത്ത കോളത്തിൽ എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ. രണ്ടാമത്തെ പോയിന്റ് ഇവിടെ, ഹൈ കേസ് ഫെറ്റിലിറ്റി റേറ്റ് ഫ്രം ദ ഡിസീസ്. രോഗത്തിൽ നിന്നുള്ള ഉയർന്ന മരണനിരക്ക് രോഗം കുറയാൻ കാരണമാകും. നോക്കിയവിടെ എന്താ? ഹൈ കേസ് ഫെറ്റിലിറ്റി എന്ന് വെച്ചാൽ മരണനിരക്ക്, ഉയർന്ന മരണനിരക്ക്. അതായത് നമുക്കിപ്പോ രോഗം വന്നു, ആളുകൾ മരിക്കുകയാണെങ്കിൽ പിന്നെ വേറെ ആർക്കും രോഗം വരില്ല അല്ലെ? ആ രോഗം വന്നു, അയാൾ മരിച്ചു പോയാൽ ഇനി വേറെ അയാൾ മരിച്ചു പോയി, അയാളുടെ ബോഡിയും നമ്മുടെ സംസ്കരിച്ചു അല്ലെ? അപ്പൊ ഇനി വേറെ ആർക്കും എന്താ രോഗം വരാനുള്ള ചാൻസ് ഇല്ല. അവിടെ രോഗവ്യാപനം കുറയൂലേ? നോക്കിയേ, ഇൻ കേസ് ഫെറ്റിലിറ്റി റേറ്റ് ഫ്രം ദ ഡിസീസ്, രോഗത്തിൽ നിന്നുള്ള ഉയർന്ന മരണനിരക്ക്. അവിടെ ഒന്ന് എഴുതി വെച്ചോട്ടോ, മരണനിരക്ക് എന്നുള്ളത്. രോഗത്തിൽ നിന്നുള്ള ഉയർന്ന മരണനിരക്ക് രോഗം കുറയാൻ, രോഗവ്യാപനം കുറയാൻ കാരണമാണ്. രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? രണ്ടിടത്തെ. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, ഇൻക്രീസ്ഡ് ആൻഡ് ന്യൂ കേസസ്. ഇൻക്രീസ് ഇൻ ഇൻസിഡന്റ്, പുതിയ കേസുകൾ കൂടുകയാണെങ്കിൽ, നമുക്ക് പുതിയ കേസുകൾ, പുതിയ രോഗങ്ങൾ അല്ലെ, പുതിയ കേസുകൾ കൂടുകയാണെങ്കിൽ രോഗവ്യാപനം കൂടും അല്ലെ? ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഓരോ കൊറോണ വന്നു അല്ലെ, പെട്ടെന്ന് പുതിയൊരു സംഭവങ്ങൾ നമ്മളിലേക്ക് വരിക, അപ്പൊ രോഗവ്യാപനം കൂടാൻ കാരണമല്ലേ? ഇൻക്രീസ്ഡ് ആൻഡ് ന്യൂ കേസസ്. അതിന്റെ ഓപ്പോസിറ്റ് നോക്കിയേ, ഡിക്രീസ് ഇൻ ന്യൂ കേസസ്. കണ്ടോ, ആ ഇൻസിഡൻസ് കുറവ്, അത് കുറവാണെങ്കിൽ, പുതിയ കേസുകൾ കുറവാണെങ്കിൽ രോഗവ്യാപനം കുറയും അല്ലെ? അത് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് കേട്ടോ. അത് രണ്ട് പോയിന്റ്സും നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ ഒന്ന് മനസ്സിലാക്കി വെച്ച, പുതിയ കേസുകൾ, അതായത് പുതിയ ഇൻസിഡൻസ്, സംഭവങ്ങള്, പുതിയ രോഗങ്ങള് ഇങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലാണെങ്കിൽ, ഇൻക്രീസ് ആൻഡ് ന്യൂ കേസസ്. കണ്ട, പുതിയ കേസുകൾ കൂടുകയാണെങ്കിൽ രോഗവ്യാപനം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇവിടെ നോക്കിയേ, ഡിക്രീസ്ഡ് ഇൻ ന്യൂ കേസസ്, പുതിയ കേസുകൾ കുറവാണെങ്കിൽ, ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണനിരക്ക് കേട്ടോ, മരണനിരക്ക്, മോർട്ടാലിറ്റി, മരണനിരക്ക്, മോർട്ടാലിറ്റി റേറ്റ് or ഫെർട്ടിലിറ്റി റേറ്റ്. ഓക്കെ, അടുത്തത്
അടുത്ത നോക്കിയേ, നാലാമത്തെ പോയിന്റ് നോക്കിയേ, ഇൻ മൈഗ്രേഷൻ ഓഫ് കേസസ്. കണ്ടോ, ഇനി പുതിയ പുതിയ കേസുകള് ഇൻ മൈഗ്രേഷൻ എന്ന് വെച്ചാൽ എന്താ, ഇങ്ങോട്ട് കുടിയേറുകയാണെങ്കിൽ നമുക്ക് രോഗവ്യാപനം കൂടും. അല്ലെ, കൊറോണ ചൈനയിൽ നിന്നല്ലേ നമ്മുടെ ഇങ്ങോട്ടേക്ക് വന്നത്. ഇൻ മൈഗ്രേഷൻ, നമ്മുടെ ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്ന അസുഖമാണ് അല്ലെ. അപ്പൊ ഇൻ മൈഗ്രേഷൻ ഓഫ് കേസസ്, ഇങ്ങോട്ട് പുതിയ രോഗങ്ങള് മൈഗ്രേറ്റ് ചെയ്യാതെ കുടിയേറുകയാണെങ്കിൽ നമുക്ക് രോഗവ്യാപനം കൂടൂലേ? ഓക്കെ, രോഗവ്യാപനം കൂടും. ഇൻ മൈഗ്രേഷൻ ഓഫ് കേസസ്. അതിന്റെ നേരെ നോക്കിയേ, താഴെ ആ ബോക്സിൽ താഴെ കിടക്കുന്ന ഔട്ട് മൈഗ്രേഷൻ ഓഫ് കേസസ്. പുതിയ കേസുകളുടെ ആ കേസുകളില് നമ്മുടെ അത് പുറത്തേക്ക് പോവുകയാണെങ്കിൽ കണ്ടോ, ആളുകൾ ഔട്ട് മൈഗ്രേഷൻ ഓഫ് കേസസ്. അപ്പൊ നോക്കിയേ, ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇൻ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് കുടിയേറ്റ് കയറുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങോട്ട് നമ്മുടെ രാജ്യത്തേക്ക് പുതിയ കേസുകൾ വരികയാണെങ്കിൽ ഇവിടെ രോഗവ്യാപനം കൂടും. അതിന് നേരെ ഓപ്പോസിറ്റ് എഴുതിക്കോ, ഔട്ട് മൈഗ്രേഷൻ ഓഫ് കേസസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ, ഔട്ട് മൈഗ്രേറ്റ് ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ നമുക്ക് രോഗവ്യാപനം കുറയും. ഔട്ട് മൈഗ്രേഷൻ ഓഫ് കേസസ്. ഇനി നോക്കിയേ അടുത്ത പോയിന്റ്, ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ. കണ്ടോ, ഇനി അത് രണ്ടും മാറിപ്പോരുത് കേട്ടോ, മനസ്സിലാക്കുക. ഈ രോഗവ്യാപനം കൂടാൻ കാരണം എന്താ, ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ. ഇവിടെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ള ആളുകള് ഔട്ട് മൈഗ്രേറ്റ് ചെയ്ത് വേറെ സ്ഥലങ്ങളിലേക്ക് പോയാലോ, ആരോഗ്യമുള്ള ആളുകളുടെ പുറത്തേക്കുള്ള കുടിയേറ്റം. അതായത് ഇവിടെയുള്ള ഹെൽത്തി ആളുകളൊക്കെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ കുറവല്ലേ. പിന്നെ ഇപ്പൊ അങ്ങനെയല്ലേ ശരിക്കും, പ്രായം കുറഞ്ഞ പിള്ളേരൊക്കെ ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ വേറെ രാജ്യങ്ങളിലേക്ക് പോവുക. നമ്മുടെ ഇവിടെ കുറച്ച് വയസ്സന്മാരൊക്കെ ആവും അവസാനം അല്ലെ, പ്രായമായ അച്ഛാമ്മയും അപ്പൂപ്പനൊക്കെ ആവും ഇവിടെ. അപ്പൊ അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ ഇവിടെ കുറവാണെങ്കിലോ, ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ഇവിടെ കുറവാണെങ്കിൽ ഇവിടെ നമുക്ക് രോഗവ്യാപനം കൂടും. അതായത് ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ പുറത്തേക്കുള്ള കുടിയേറ്റം, നല്ല ആരോഗ്യമുള്ള ആളുകൾ വേറെ സ്ഥലങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, പ്രിവാലൻസ് കൂടുകയോ കുറയോ? എന്ത് ചെയ്യും, കൂടുകയാണോ കുറയാണോ ചെയ്യുന്നത്? ഹെൽത്തി ആയിട്ടുള്ള ആളുകളൊക്കെ പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ രോഗവ്യാപനം എന്ത് ചെയ്യും, കൂടോ കുറയും? എന്ത് ചെയ്യും? ഇവിടെ കൂടും. അപ്പൊ ഇവിടെയുള്ള ആൾക്കാർ ഹെൽത്തി അല്ല അല്ലെ, ഇവിടെയുള്ള ആളുകൾ ഹെൽത്തി ഉള്ളവർ അധികം ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇവിടെ രോഗവ്യാപനം കൂടും. ഇവിടെ അടുത്ത നേരെ ഓപ്പോസിറ്റ് നോക്കി, അവിടെ ഇൻ മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ. കണ്ടോ, ഇൻ മൈഗ്രേഷൻ. ഇനി നോക്കിയേ, ഹെൽത്തി ആയിട്ടുള്ള ആളുകള്, ആരോഗ്യമുള്ള ആളുകളുടെ മൈഗ്രേഷൻ ഇങ്ങോട്ടേക്ക്. ഇത് രണ്ടും നിങ്ങൾക്ക് മാറിപ്പോരുത് കേട്ടോ. ഇവിടെ നോക്കിയേ, ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകള് നമുക്ക് പുറത്തേക്ക് പോവുകയാണ്. ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ പുറത്തേക്ക് പോവുകയാണ്. അതായത് ഇവിടെയുള്ള ആളുകൾ ഹെൽത്തി കുറവാണ്. ആരോഗ്യ കുറവുള്ളവരാണെങ്കിൽ നമുക്ക് ഇവിടെ രോഗവ്യാപനം കൂടും. ഇനി നോക്കിയേ അടുത്തത്, നെക്സ്റ്റ് നോക്കിയേ, ഇൻ മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ. പ്രിവാലൻസ് കുറയാനായിട്ടുള്ള കാരണം കേട്ടോ. അതിന്റെ അതാ നമ്പർ ഒന്ന് വേണമെങ്കിൽ ഇതൊന്ന് നിങ്ങൾ എല്ലാം കറക്റ്റ് ആയിട്ടല്ല അവിടെ കിടക്കുന്നത്. അതിന്റെ നേരെ ആരോഗ്യമുള്ള ആളുകളുടെ മൈഗ്രേഷൻ. അതായത് നമുക്ക് ഈ ഔട്ട് മൈഗ്രേഷൻ ഓഫ് കേസസ്, അതിന്റെ നേരെ ഇപ്പുറ കിടത്തേക്കുന്ന ഔട്ട് മൈഗ്രേഷൻ ഓഫ് കേസസ് ആട്ടോ. അതായത് ഔട്ട് മൈഗ്രേറ്റ് ചെയ്യുകയാണ്, കേസുകൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ആളുകളുടെ മൈഗ്രേഷൻ. അത് രണ്ടും രണ്ട് ഇതായിട്ട് കൊടുത്തേക്കണം. അപ്പൊ ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി. ഇൻക്രീസ്ഡ് ബൈ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ രണ്ടും നേരെ ഓപ്പോസിറ്റ് അതിന്റെ എഴുതിയാൽ മതി. അപ്പൊ പിന്നെ കൂടുതൽ കൺഫ്യൂഷൻ ആവില്ല. ഇൻക്രീസ് എന്നുള്ളത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അതിന്റെ നേരെ ആക്കി ഒന്ന് എഴുതി വെക്കോ നിങ്ങൾ. 1, 2, 3. നാലാമത്തെ പോയിന്റ് നോക്കിയേ. നാലാമത്തെ പോയിന്റ് ഇൻ മൈഗ്രേഷൻ ഓഫ് കേസസ്. അതിന്റെ നേരെ ഇപ്പുറത്തെ നാലാമത്തെ പോയിന്റ് ആക്കി ഏത് എഴുതാം, ഔട്ട് മൈഗ്രേഷൻ ഓഫ് കേസസ് എന്ന് എഴുതാം.
ഓക്കെ, അതൊന്ന് കറക്റ്റ് ചെയ്തേ. ഇൻ മൈഗ്രേഷൻ ഓഫ് കേസസ്, കേസുകളുടെ കുടിയേറ്റം, അതായത് പുതിയ പുതിയ രോഗങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് രോഗവ്യാപനം കൂടും. അത് 4ാമത്തെ പോയിന്റ് കേട്ടോ. അപ്പുറത്ത് നോക്കി ആ ബോക്സിന്റെ 5ാമത്തെ പോയിന്റ് എന്നുള്ളത് 4ാമത്തെ ആക്കിയേ. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ഓർഡർ കിട്ടും. ഔട്ട് മൈഗ്രേഷൻ ഓഫ് കേസസ്, ഔട്ട് മൈഗ്രേഷൻ അതായത് ഇവിടെയുള്ള കേസുകളുടെ പുറത്തേക്ക് പോവാണ്, ഔട്ട് മൈഗ്രേറ്റ് ചെയ്യാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് പ്രിവാലൻസ്, രോഗവ്യാപനം കുറയും. ആ പോയിന്റ് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത 5ാമത്തെ പോയിന്റ് നോക്കി. ഇവിടെ ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ, അതായത് ആരോഗ്യമുള്ള ആളുകളുടെ പുറത്തേക്കുള്ള കുടിയേറ്റം, അല്ലെ? അവര് പുറത്തേക്ക് പോവുക. അപ്പൊ ഇവിടെ ഉള്ള ഒരു ഹെൽത്തി കുറഞ്ഞവരാണ്, അല്ലെ, ആരോഗ്യം കുറഞ്ഞ ആളുകളാണ്. അപ്പൊ രോഗവ്യാപനം കൂടും. 5ാമത്തെ പോയിന്റ് കേട്ടോ, 5. ഇനി നിങ്ങൾ ഡിക്രീസ്ഡ് ബൈന്റെ 4ാമത്തെ പോയിന്റ് ഇല്ലേ, അത് 5 എഴുതിക്കോ. അപ്പൊ അതിന്റെ നേരെ അങ്ങോട്ട് എഴുതിക്കോ. അതെന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ. ഇനി നോക്കി, ആരോഗ്യമുള്ള ആളുകൾ ഇങ്ങോട്ട് വരികയാണെങ്കിലോ, ഇൻ മൈഗ്രേഷൻ നമ്മുടെ അടുത്തേക്ക് വരികയാണെങ്കിലോ, പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് ആരോഗ്യമുള്ള ആളുകൾ വരികയാണെങ്കിൽ ഇവിടെ രോഗവ്യാപനം കൂടുകയോ കുറയോ? ഇവിടെ നമുക്ക് രോഗവ്യാപനം കുറയണ്ടേ? ഡിക്രീസ് അല്ലേ പോരുന്നേ? ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഒരുപാട് പേര് ഹെൽത്തി ആയിട്ടുള്ള ആളുകളുണ്ട്. അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ഇൻ മൈഗ്രേഷൻ എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരികയാണ്, ഇങ്ങോട്ട് വരികയാണ്. ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ രോഗവ്യാപനം എന്ത് ചെയ്യും? കുറയും. എല്ലാവരും ഹെൽത്തിയാ, അപ്പൊ അവർക്ക് രോഗവ്യാപനം കുറയൂലേ? പ്രിവാലൻസ് കുറയൂലേ? ഹെൽത്തി ആണെങ്കിലും എല്ലാവർക്കും എന്താ അധികം രോഗം വ്യാപിക്കൂല, അല്ലെ? നമ്മൾ ഹെൽത്തി ആണെങ്കിൽ അധികം രോഗം സ്പ്രെഡ് ചെയ്യൂല. അതാണ് പറഞ്ഞിരിക്കുന്നത്. ആ പോയിന്റ്സ് ക്ലിയർ ആക്കിയോ നിങ്ങളൊന്ന്? 4 എന്നുള്ളത് ഇപ്പുറത്തെ 5ാമത്തെ കിടക്കുന്നത്. അപ്പൊ അത് 2ഉം 4 എഴുതാം. ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ എന്നുള്ള 5 എഴുതാം. അതിന്റെ ബോക്സിന്റെ ഇപ്പുറത്ത് നമുക്ക് ഏതാണ് ആ 4ാമത്തെ പോയിന്റിൽ 5 ഇട്ട് വെച്ചോ. അപ്പൊ ഇനി കൺഫ്യൂഷൻ ഇല്ല. ഒരെണ്ണം പഠിച്ചാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അത് ഏതെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇങ്ങോട്ട് കേസുകൾ വരികയാണെങ്കിൽ ഇവിടെ രോഗവ്യാപനം കൂടും. ഓക്കെ, ഇനി നമ്മുടെ ആരോഗ്യമുള്ള ആളുകൾ പുറത്തേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ഇവിടെ രോഗവ്യാപനം കൂടും. എന്നാൽ ആരോഗ്യമുള്ള ആളുകൾ നമ്മുടെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ, ഇൻമൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് രോഗവ്യാപനം കുറയും. കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്കത്? ക്ലിയർ അല്ലേ? അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുമ്പോ ഓക്കെ ആണ് അല്ലെ? ഇനി അടുത്ത് നോക്കിയേ, ഇൻ മൈഗ്രേഷൻ ഓഫ് സസെപ്റ്റബിൾ പീപ്പിൾ എന്ന് വെച്ചാൽ രോഗസാധ്യതയുള്ള ആളുകളുടെ കുടിയേറ്റം. എന്താണ് പറഞ്ഞേക്കുന്നത്? സസെപ്റ്റബിൾ എന്ന് പറഞ്ഞാൽ രോഗസാധ്യതയുള്ള ആളുകളുടെ കുടിയേറ്റം. അതായത് ഇങ്ങോട്ടേക്ക് രോഗം ചാൻസ് ഉള്ള, രോഗസാധ്യതയുള്ള ആളുകള്, രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷെ രോഗസാധ്യതയുണ്ട്, ചെറിയ സിംറ്റംസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമ്മുടെ രോഗവ്യാപനം കൂടും, പ്രിവാലൻസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. അടുത്ത അതിന്റെ താഴെ തന്നെ ഉള്ളത് നോക്കിയോ കേട്ടോ. ഇനി അടുത്തത് നോക്കിയേ, ഇംപ്രൂവ്ഡ് ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി, ബെറ്റർ റിപ്പോർട്ടിംഗ്. ഇനി നമുക്ക് ഇവിടെ രോഗം നിർണ്ണയിക്കാനുള്ള സംവിധാനങ്ങൾ കൂടുകയാണെങ്കിൽ രോഗവ്യാപനം കൂടും, അല്ലെ? നമുക്ക് ഇവിടെ മുട്ടിന് ഓരോ സ്ഥലങ്ങളും ഇപ്പൊ കൊറോണയൊക്കെ വന്നപ്പോ നമ്മുടെ എല്ലായിടത്തും കൊറോണ ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ അടുത്ത് തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എല്ലാവരും പോയി ടെസ്റ്റ് ചെയ്ത് നോക്കും, അല്ലെ? ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് രോഗം ഉണ്ടോ എന്നുള്ളത് കണ്ടെത്താൻ പറ്റും, അല്ലെ? അല്ലെങ്കിൽ രോഗവ്യാപന നിരക്ക് നമുക്ക് അറിയാൻ പറ്റും, എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പൊ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി കൂടുകയാണെങ്കിൽ കുറെ ആളുകൾ അവിടെ ടെസ്റ്റ് ചെയ്യാൻ വരും. അപ്പോ നമുക്ക് രോഗവ്യാപനം നമുക്ക് കൂടും. മനസ്സിലായില്ലേ? ഒന്ന് മനസ്സിലാക്കുക വെക്കുക കേട്ടോ. അതിനകത്ത് ആ അതായത് ടെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി, അപ്പൊ കൂടുതൽ ആളുകൾക്ക് ടെസ്റ്റ് ചെയ്യാനല്ലേ നമുക്ക് ആ രോഗം കണ്ടെത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ രോഗവ്യാപന നിരക്ക് കണ്ടെത്തുള്ളൂ. ഇപ്പൊ നമുക്ക് ടെസ്റ്റിംഗ് ഫെസിലിറ്റി, ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി കുറവാണ്. ഇപ്പൊ നമ്മുടെ എറണാകുളം ജില്ലയിലേക്ക് ഒരു സ്ഥലത്തെ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി ഉള്ളൂ, കുറവാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ മടിക്കും, അല്ലെ? നമ്മളെല്ലാവരും മടിക്കും, ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകാൻ മടിക്കും നമ്മള്, അല്ലെ? നമ്മളപ്പോ അങ്ങനെ വരുമ്പോ നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ രോഗവ്യാപനം നമുക്ക് കുറയും. എന്ന് വെച്ചാൽ അവിടെ നമുക്ക് എന്താ പറയാ, ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി നമുക്ക് കുറവാണെങ്കിൽ
ഡയഗ്നോസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇപ്പൊ എറണാകുളം ജില്ലയിൽ ഒരു സെന്റർ മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മളെല്ലാവരും പോവാൻ മടിക്കും. അപ്പൊ ആളുകൾക്ക് നമുക്ക് ആ പ്രിവാലൻസിന്റെ ഇത് കുറയുക ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ, ഇംപ്രൂവ്ഡ് ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി. ആ രോഗം നിർണ്ണയിക്കാനുള്ള സൗകര്യങ്ങൾ കൂടുതലാണെങ്കിലോ, അതായത് നമ്മുടെ എല്ലായിടത്തും എല്ലാ പഞ്ചായത്തിലും ഓരോരോ ഡയഗ്നോസ്റ്റിക് സെന്റർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ആളുകൾ രോഗം ഉണ്ടോ എന്നുള്ളത് നോക്കാൻ പോകും അല്ലെ. അപ്പൊ അതിനനുസരിച്ച് അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന രോഗങ്ങൾ കൂടൂലേ അല്ലെ. റിപ്പോർട്ട് ചെയ്യുന്ന ഇന്ന സ്ഥലത്ത് ഇപ്പൊ എറണാകുളം ജില്ലയിൽ മൊത്തം 1000 ആളുകൾക്ക് രോഗം ഡിറ്റക്ട് ചെയ്തു അല്ലെ. അങ്ങനെ നമ്മൾ കൂടുതൽ ആളുകൾ അവിടെ ചെല്ലും, ഡയഗ്നോസ് ചെയ്യാൻ കൂടുതൽ ആളുകൾ ചെയ്യും. അപ്പൊ ആ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി കൂടുമ്പോൾ എന്ത് പറ്റും, രോഗവ്യാപനവും കൂടും. ഇനി ലാസ്റ്റ് പോയിന്റ് ഇവിടെ തന്നേക്കുന്നത് എന്താ, ഇതൊക്കെ ഇംപ്രൂവ്ഡ് ക്യൂർ റേറ്റ് ഓഫ് ഡിസീസ്. എന്താ, നമുക്ക് കേസുകൾ അപ്പൊ അതിന്റെ രോഗശമന നിരക്ക് കൂടുതലാണെങ്കിൽ, ക്യൂർ റേറ്റ് കൂടുതലാണെങ്കിൽ, രോഗശാന്തി അല്ലെങ്കിൽ രോഗശമന നിരക്ക് കൂടുതലാണെങ്കിൽ, ഇംപ്രൂവ് ആണെങ്കിൽ രോഗവ്യാപനം കുറയുമല്ലേ അല്ലേ. ഇപ്പൊ 100 പേർക്ക് ഉണ്ടായിരുന്നു, അതിൽ നമുക്ക് 100 പേർക്ക് 90 പേർക്ക് രോഗം ഭേദമായി. ബാക്കി 10% പേർക്ക് മാത്രം ആ രോഗം നിൽക്കണമെങ്കിൽ ആ 10% പേരിൽ നിന്നല്ലേ രോഗം സ്പ്രെഡ് ചെയ്തോളൂ. ക്യൂർ റേറ്റ് കൂടുതലാണെങ്കിൽ, രോഗശമന നിരക്ക് കൂടുതലാണെങ്കിൽ, ഇംപ്രൂവ് ആണെങ്കിൽ നമുക്ക് ആ രോഗവ്യാപനം കുറയും. മനസ്സിലായോ? ഇപ്പൊ 100 പേർക്ക് ഉണ്ട് എന്നാണെങ്കിൽ നമുക്ക് രോഗം ഭേദമാക്കൂട. എന്താണ് ഇംപ്രൂവ്ഡ് ക്യൂർ റേറ്റ് എന്ന് പറഞ്ഞാല് രോഗം മാറുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ നമുക്ക് രോഗവ്യാപനം കുറയൂലേ ഇല്ലേ. അതാണ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞേക്കണേ. നമുക്ക് ഭേദമാകുന്ന ആളുകളെ, അതാ ഞാൻ ഒരു എക്സാമ്പിൾ. ഇപ്പൊ 100 പേര് ഉണ്ടായിരുന്നു, കുറയും. അതായത് 100 പേരുണ്ടായിരുന്നു, അതിൽ 90 പേർക്കിടയിൽ രോഗം മാറി. പിന്നെ 10% ആളുകളിൽ നിന്നല്ലേ രോഗം പകരാൻ സാധ്യതയുള്ളൂ. അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ആ ക്യൂർ റേറ്റ്, രോഗശമന നിരക്ക് കൂടുമ്പോൾ നമുക്ക് രോഗവ്യാപനം എന്ത് ചെയ്യും, കുറയും. ഒന്ന് വായിച്ചു നോക്കിയാ ടേബിള്. ഇൻക്രീസ്ഡ് ബൈ, ഡിക്രീസ്ഡ് ബൈ. ഏതെങ്കിലും പോയിന്റ് ക്ലിയർ അല്ലാത്തുണ്ടോ നോക്കി. 7 നമുക്ക് ഇൻക്രീസ്ഡ് ബൈയിലും അവിടെ 6 കൊടുത്തിട്ടുള്ളൂ, ഒരു പോയിന്റ് അതിന് നേരെ. അതാണ് എല്ലാവരും കറക്റ്റ് ആക്കി അല്ല കൊടുത്തേക്കണേ. അതിനകത്ത് ഇൻക്രീസ് ചെയ്യാനുള്ള ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്നത് ഏത്, അല്ലെങ്കിൽ പ്രിവാലൻസ് ഡിക്രീസ് ചെയ്യാനുള്ള ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്നത് ഏത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഏതാ. ഇപ്പൊ നമുക്ക് ഇൻ മൈഗ്രേഷൻ ഓഫ് കേസസ്, ഇൻ മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ, ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ, ഇങ്ങനെ വരുമ്പോ ചെറിയൊരു അത് മനസ്സിലാക്കി വെക്കണം നമ്മളത്. രോഗവ്യാപനം കൂടോ കുറയോ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്നുകൂടി പറയണോ, പെട്ടെന്നൊന്ന് ക്ലിയർ ആയോ ബോക്സ്? എല്ലാ എക്സാമിനും ചോദിക്കാറുള്ളതാട്ടോ. ഒന്നുകൂടി പെട്ടെന്ന് പറയണോ? ഒരു ബോക്സും ക്ലിയർ ആണ്. ഇനി ഒന്നുകൂടി പറയണം. ഓക്കെ, ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചു നോക്കി, എന്നിട്ട് ഒരു പ്രാവശ്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മുടെ ബുദ്ധി കുറച്ച് ഒന്ന് പ്രയോഗിച്ചു നോക്കാം. സെക്കൻഡ് പോയിന്റ് പറയാം, ഒന്നുകൂടി പറയാട്ടോ, പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഓക്കെ, നോക്കിയേ. പ്രീവാലൻസ് എന്ന് വെച്ചാൽ രോഗവ്യാപനം കൂടുന്നതിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ. ഇപ്പുറത്തെ ബോക്സിൽ രോഗവ്യാപനം കുറയുന്നതിന് കാരണമായിട്ടുള്ള ഘടകങ്ങളുമാണ് തന്നേക്കുന്നത്, ഫാക്ടേഴ്സും ആണ് തന്നേക്കുന്നത്. ഒന്നാമത്തത് എന്താ പറഞ്ഞേക്കുന്നത്, ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്. ഡിസീസിന്റെ ഡ്യൂറേഷൻ കൂടുകയാണെങ്കിൽ നമുക്ക് രോഗവ്യാപനം കൂടും. അത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? കുറെ നാള് രോഗം നിൽക്കുകയാണെങ്കിൽ അത്രയും നാള് രോഗവ്യാപനം കൂടും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒന്ന് തന്നെ ഇപ്പുറം എഴുതി വെച്ചോ, ഷോർട്ടർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്. ആ ഡിസീസിന്റെ ഡ്യൂറേഷൻ കുറവാണെങ്കിൽ രോഗവ്യാപനം കുറയും. ഒരു ദിവസം കൊണ്ട് നമുക്ക് അസുഖം മാറി, ആ ഒരു ദിവസം മാത്രമേ നമുക്ക് ചാൻസ് ഉള്ളൂ അല്ലെ മറ്റുള്ളവരിലേക്ക് രോഗം വ്യാപിക്കാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പൊ ഡ്യൂറേഷൻ കുറവാണെങ്കിൽ രോഗവ്യാപനം കുറയും. രണ്ടാമത് നോക്കിയേ, prolongation of life of the patient without cure. അതായത് നമ്മള് ഈ ചികിത്സിക്കാതെ ആളുകൾ ഇരിക്കുകയാണ്, ചികിത്സിക്കാതെ അവർ മരുന്ന് മേടിക്കാതെ, അല്ലെങ്കിൽ നമുക്ക് ചികിത്സിക്കാതെ ആളുകൾ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്കടെ ആ ലൈഫ് നീട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ രോഗവ്യാപനം കൂടൂലേ? പെട്ടെന്ന് മരുന്ന് മേടിച്ചു കഴിഞ്ഞാലേ നമുക്ക് രോഗം മാറുള്ളൂ. അപ്പൊ വേറെ ആർക്കും സ്പ്രെഡ് ചെയ്യൂല. ഇനി നമ്മൾ മരുന്ന് മേടിക്കാതെ അല്ലെങ്കിൽ ചികിത്സിക്കാതെ നമ്മള് കുറെ നാള് ലൈഫ് നീട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ രോഗവ്യാപനം കൂടും. മനസ്സിലായോ? രണ്ടാമത്തെ പോയിന്റ്,
അതിന്റെ നേരെ കറക്റ്റ് ആക്കിയല്ല തന്നേക്കണേ. എന്നാലും സെക്കൻഡ് പോയിന്റിൽ ഇവിടെ എന്താ പറഞ്ഞേക്കണേ? ഹൈ കേസ് ഫെർട്ടിലിറ്റി റേറ്റ് ഫ്രോം ദ ഡിസീസ്. അതായത് നമുക്ക് രോഗത്തിൽ നിന്നുള്ള മരണനിരക്ക് കൂടുതലാണെങ്കിൽ പിന്നെ ആർക്കും വരൂല അല്ലെ? ആ പേഷ്യന്റിന് നമ്മൾ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസ് അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലുള്ള ഡിസീസ് ഉണ്ടായിരുന്നു. ആ പേഷ്യന്റ് പക്ഷെ മരിച്ചുപോയി അല്ലെ? അതായത് ആ മരണനിരക്ക് കൂടുകയാണെങ്കിൽ രോഗവ്യാപനം കുറയും. പിന്നെ അയാൾ മരിച്ചുപോയി, പിന്നെ ആർക്കെങ്കിലും അയാളിൽ നിന്ന് രോഗം വരുമോ? ഇല്ലല്ലോ അല്ലെ? അതായത് മരണനിരക്ക് കൂടുകയാണെങ്കിൽ രോഗവ്യാപനം കുറയും. ഇനി അടുത്ത നോക്കിയ മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ഇൻക്രീസ്ഡ് ആൻഡ് ന്യൂ കേസസ്. പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, പുതിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ രോഗവ്യാപനം കൂടും. പുതിയ രോഗം വരുമ്പോഴല്ലേ രോഗം വ്യാപിക്കുള്ളൂ അല്ലെ? പ്രിവാലൻസ് കൂടുള്ളൂ. പുതിയ കേസുകൾ കൂടുകയാണെങ്കിൽ പ്രിവാലൻസ് രോഗവ്യാപനം കൂടും. ഇവിടെ നോക്കിയേ, പുതിയ കേസുകൾ കുറവാണെങ്കിൽ രോഗവ്യാപനം കുറയും. അത് നേരെ തന്നെ എടുക്കണം കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് ഡിക്രീസ് ഇൻ ന്യൂ കേസസ്. കണ്ടോ? പുതിയ കേസുകൾ കുറവാണെങ്കിൽ രോഗവ്യാപനം കുറയും. ഇനി അടുത്ത് നോക്കിയാൽ ഇൻ മൈഗ്രേഷൻ ഓഫ് കേസുകളുടെ കുടിയേറ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരികയാണ്. വേറെ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് പുതിയ രോഗം വരികയാണ്. ഇപ്പൊ കൊറോണയുടെ ഞാൻ പറഞ്ഞില്ലേ, ചൈനയിലായിരുന്നു, അവിടെ ഇന്ത്യയിലേക്ക് നമ്മുടെ ഇങ്ങോട്ട് വന്നതാണ്. ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്, മൈഗ്രേറ്റ് ചെയ്തതാണ് അല്ലെ? ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ രോഗവ്യാപനം കൂടും. കണ്ടോ? ഇവിടെ അടുത്ത അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നാലാമത്തെ പോയിന്റ് ഇവിടെ ബോക്സിന്റെ ലാസ്റ്റത്തെ പോയിന്റ് നേരെയാക്കി എഴുതിക്കോ നിങ്ങൾ. ഔട്ട് മൈഗ്രേഷൻ ഓഫ് കേസസ്. അങ്ങോട്ട് പോവുകയാണെങ്കിൽ, ഔട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ, രോഗങ്ങൾ ഇവിടെ നിന്ന് വേറെ സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടത്തെ രോഗവ്യാപനം കുറയൂലേ? രോഗവ്യാപനം കുറയും, പ്രിവാലൻസ് കുറയും. ഇനി അടുത്ത നോക്കിയേ, ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ. ഇനി ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ, ഇവിടെ നമ്മുടെ ഇവിടെ നല്ല ആരോഗ്യമുള്ള ആളുകൾ വേറെ സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഔട്ട് മൈഗ്രേഷൻ പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ രോഗവ്യാപനം കൂടൂലേ? അതായത് ഇവിടെ പിന്നെയുള്ള ഒരു ഹെൽത്തി അല്ലാത്ത ആളുകൾ, ആരോഗ്യം ഇല്ലാത്ത ആളുകളൊക്കെ ആയിരിക്കും ബാക്കിയുള്ളത് ഇവിടെ. അപ്പൊ അവർക്കൊക്കെ പെട്ടെന്ന് അസുഖങ്ങൾ വരൂലേ? അപ്പൊ രോഗവ്യാപനം കൂടും. ഇനി നോക്കി അതിന്റെ ഓപ്പോസിറ്റ്, ഇൻ മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ. കണ്ട, അത് 5 കേട്ടോ അവിടെ. ഇൻ മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ എന്ന് വെച്ചാൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ആളുകള് ഇങ്ങോട്ട് വരികയാണ്. ഇൻ മൈഗ്രേഷൻ, വേറെ രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് കുറെ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ വരികയാണെങ്കിൽ ഇന്ത്യയിലെ രോഗവ്യാപന നിരക്ക് കുറയൂലേ? എന്നുവെച്ചാൽ എല്ലാവരും ഹെൽത്തിയാ, അപ്പൊ അവർക്ക് രോഗം സ്പ്രെഡ് ചെയ്യുന്നത് കുറയും. മനസ്സിലാവണല്ലേ? എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അവർക്ക് രോഗവ്യാപനം കുറയും, ഡിക്രീസ് ആകും. പിന്നെ അടുത്തത് ഇൻ മൈഗ്രേഷൻ ഓഫ് സസെപ്റ്റബിൾ പീപ്പിൾ. രോഗസാധ്യതയുള്ള ആളുകളുടെ കുടിയേറ്റം. ഇങ്ങോട്ട് രോഗം ബാധിക്കാൻ അല്ലെങ്കിൽ സാധ്യതയുള്ള ആളുകൾ, ചില സിംറ്റംസും ആയിട്ടൊക്കെ ആളുകളൊക്കെ ഇങ്ങോട്ട് വന്നു എന്ന് വിചാരിക്കുക. രോഗസാധ്യതയുള്ള ആളുകൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ രോഗവ്യാപനം കൂടും. കണ്ടോ? അടുത്ത് നോക്കിയാൽ ഇംപ്രൂവ്ഡ് ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി. നമുക്ക് ഇവിടെ രോഗം നിർണ്ണയിക്കാനുള്ള സംവിധാനങ്ങൾ കൂടുതലാണെങ്കിൽ കൂടുതൽ ആളുകൾ ഡയഗ്നോസ് ചെയ്യും, അതിനനുസരിച്ച് രോഗങ്ങൾ കണ്ടെത്തും അല്ലെ? ഡിറ്റക്ട് ചെയ്യും, രോഗങ്ങൾ കണ്ടെത്തുകയും അപ്പൊ നമുക്ക് എന്താ കൂടുതൽ രോഗികൾ വരുമ്പോൾ രോഗവ്യാപനം കൂടും. ഓക്കെ, ഇവിടെ നോക്കിയാൽ നമുക്ക് അപ്പുറത്തെ ടേബിളിൽ ലാസ്റ്റ് നോക്കി ഇംപ്രൂവ്ഡ് ക്യൂർ റേറ്റ് ഓഫ് കേസുകളിൽ മെച്ചപ്പെട്ട രോഗശമന നിരക്ക് ഉണ്ടാവും. ഇംപ്രൂവ്ഡ് ക്യൂർ റേറ്റ്, രോഗശമന നിരക്ക് കൂടുതലാണെങ്കിൽ രോഗവ്യാപനം കുറയും. ക്ലിയർ അല്ലേ? ഒന്നുകൂടി വായിച്ചു നോക്കണം കേട്ടോ. ആ ബോക്സ് കറക്റ്റ് ആയിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഇപ്പൊ ഓക്കെ ആയോ? ഒരുവിധമൊക്കെ ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ. ഇനി അടുത്തതാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, സംഭവമാണ് അല്ലെ? എന്തെങ്കിലും ഒരു സംഭവം. Incidence is the number of lately diagnosed case of a disease. ഈയിടെ രോഗം നിർണയം നടത്തിയ കേസുകളുടെ എണ്ണമാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഈ അടുത്തിടെ രോഗനിർണയം നടത്തിയ കേസുകളുടെ എണ്ണം, അണ്ടർലൈൻ ചെയ്ത സെന്റൻസ്, dash is the number of lately diagnosed cases of a disease. എന്താണ്? ഇൻസിഡന്റ്. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഈയിടെ രോഗനിർണയം നടത്തിയ കേസുകളുടെ എണ്ണമാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. കിട്ടിയോ? ഈയിടെ രോഗനിർണയം നടത്തിയ കേസുകളുടെ എണ്ണം.
And incident rate is the number of recent cases of a disease divided by the number of person at risk for the disease. ഫോർമുല തന്നെയാട്ടോ അവിടെ കൊടുത്തേക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ഇൻസിഡൻസ് റേറ്റ് കാണുന്നത്? ഇൻസിഡന്റ് റേറ്റ് എന്ന് പറഞ്ഞ എന്താണ്? ഈസ് ദ നമ്പർ ഓഫ് റീസെന്റ് കേസസ് ഓഫ് എ ഡിസീസ്. ഈയിടെ അല്ലെ, അല്ലെങ്കിൽ ഈയിടെ രോഗനിർണയം നടത്തിയ കേസുകള്, നമ്പർ ഓഫ് റീസെന്റ് കേസസ് എന്താ, രോഗത്തിന്റെ സമീപകാല കേസുകളുടെ എണ്ണം, അതിന് ഡിവൈഡഡ് ബൈ, എന്തുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? ഈസ് ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് പേഴ്സൺ അറ്റ് റിസ്ക് ഫോർ ദ ഡിസീസ്. അല്ല, ഒരേ ആ രോഗ സാധ്യതയുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഇൻസിഡന്റ് റേറ്റ്. അതായത് ഇപ്പോ 100 പേരിലേക്ക് HIV വരാൻ സാധ്യതയുള്ളവരാണ്. HIV 100 പേര്, നമ്മളൊരു പോപ്പുലേഷനിൽ 100 പേർക്ക് HIV വരാൻ സാധ്യതയുള്ളവര്. അപ്പോ അതിന് നമ്മൾ ഇങ്ങനെ ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോൾ 10 പേർക്ക് HIV പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തി. അപ്പൊ നമുക്ക് ഇൻസിഡന്റ് റേറ്റ്, ആ ഒരു ഇപ്പൊ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളുടെ എണ്ണം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എത്ര പേർക്ക് നോക്കിയേ, ആ ഇൻസിഡന്റ് നമ്പർ ഓഫ് റീസെന്റ് കേസസ്. അപ്പൊ നമ്മുടെ കേസ് എത്ര പേർക്ക് നമ്മൾ കണ്ടെത്തി? 10 പേർക്കാണ് HIV കണ്ടെത്തിയത് അല്ലെ. ഡിവൈഡഡ് ബൈ അവിടെ സാധ്യതയുള്ളവർ എത്ര പേരുണ്ടായിരുന്നു? നമ്മൾ ടെസ്റ്റ് ചെയ്തത് എത്ര പേരുണ്ടായിരുന്നു? ആ റിസ്കിലുള്ളവര് 100 പേരില്ലേ? അപ്പൊ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണേ? 10 ഡിവൈഡഡ് ബൈ 100. മനസ്സിലായോ? 10 ഡിവൈഡഡ് ബൈ 100 ആയിരിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞ കേട്ടോ. എന്താ, അപ്പൊ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് ഈയിടെ രോഗനിർണയം നടത്തിയ കേസുകള്, നമ്പർ ഓഫ് റീസെന്റ് കേസസ് ഓഫ് ഡിസീസ്, അതിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്പർ ഓഫ് പേഴ്സൺ അറ്റ് ദ റിസ്ക് ഫോർ ദ ഡിസീസ്. കണ്ടോ, രോഗ സാധ്യതയുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഇൻസിഡന്റ് റേറ്റ് എന്ന് പറയുന്നത്. താഴെ ഫോർമുല ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻസിഡന്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് റേറ്റ്. ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട റേറ്റ് ആണ്. ഇറ്റ് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ ഹു ഡെവലപ്പ് ഡിസീസ് ഇൻ ദ കോഴ്സ് ഓഫ് എ സ്പെസിഫിക് ടൈം പീരീഡ്. കണ്ടോ, ഒരു നിശ്ചിത കാലയളവിൽ ഒരു പ്രത്യേക ടൈം പീരീഡ് ഉണ്ട്, സ്പെസിഫിക് ടൈം പീരീഡ്. ഒരു നിശ്ചിത കാലയളവില് ആ രോഗം ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളുടെ അനുപാതം. കണ്ടോ, ഇറ്റ് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ ഹു ഡെവലപ്പ് ഡിസീസ് ഇൻ ദ കോഴ്സ് ഓഫ് എ സ്പെസിഫിക് ടൈം പീരീഡ്. ഒരു നിർദ്ദിഷ്ട കാലയളവില് രോഗം ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളുടെ അനുപാതം, അതാണ് ഇൻസിഡന്റ് റേറ്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട റേറ്റ് ആണ്. നിങ്ങൾ ആ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ഇൻസിഡന്റ് ഈസ് ദ നമ്പർ ഓഫ് ലൈക്ലി ഡയഗ്നോസ്ഡ് കേസ് ഓഫ് ഡിസീസ് എന്നുള്ള ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിടുക. പിന്നെ ആ ഫോർമുല ഒന്ന് നോക്കിയേ. ഫോർമുലയും ടിക്കിട്ട് വെച്ചോ. ഇൻസിഡന്റ് റേറ്റ് കാണാനുള്ള ഫോർമുല ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെയാ. എന്താണ് അപ്പൊ നമുക്ക് ന്യൂമറേറ്ററിൽ വരുന്നത് നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് ഡിസീസ് ഇൻ എ ഗിവൺ ടൈം പീരീഡ്. ഒരു പ്രത്യേക ടൈം പീരീഡില് ഡിസീസ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം, ന്യൂ കേസസ്. കണ്ടോ, ഒരു നിശ്ചിത കാലയളവിലുള്ള പുതിയ രോഗബാധിതരുടെ എണ്ണം, ന്യൂ കേസസ് ഓഫ് ഡിസീസ്, അത് ന്യൂമറേറ്ററിലേക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ പേഴ്സൺ ടൈം. ടോട്ടൽ പേഴ്സൺ മൊത്തത്തിലുള്ള ആളുകളുടെ എണ്ണാണ് എന്താ, ടൈം അറ്റ് റിസ്ക് ഡ്യൂറിങ് ദ ഫോളോ പീരീഡ്. ആ പ്രത്യേക ആ പീരീഡില്, ആ പർട്ടിക്കുലർ ടൈമില്, അതേ സമയപരിധിയില് അപകട സാധ്യതയുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മനസ്സിലായോ? അതായത് ഇപ്പൊ ഒരു 1000 പേര്, അതില് ഞാൻ ചോദിക്കാം 200 ഡിവൈഡഡ് ബൈ 1000. അപ്പൊ എന്താ നമ്മളത് മനസ്സിലാക്കുന്നത്? ഇൻസിഡന്റ് റേറ്റ് ആട്ടോ ഞാൻ തന്നത്. 200 ഡിവൈഡഡ് ബൈ 1000 എന്താ മനസ്സിലാക്കുന്നത്? ആ ഒരു പർട്ടിക്കുലർ പീരീഡില് എത്ര 200 ആളുകൾക്ക് HIV, എക്സാമ്പിൾ ആട്ടെ, ഏത് രോഗം ആയിക്കോട്ടെ, ആ രോഗം വന്ന ആളുകളാണ് 200. അതില് 1000 എന്ന് പറഞ്ഞ എന്താ, രോഗം വരാൻ സാധ്യതയുള്ള അതേ ടൈം പീരീഡില്, അതേ സമയപരിധിയില് അപകട സാധ്യതയുള്ള ആളുകളുടെ എണ്ണം, അതാണ് 1000 എന്ന് പറഞ്ഞത്.
1000 പേർക്ക് ആ രോഗം വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ 200 പേർക്ക് രോഗം കണ്ടെത്തി. മനസ്സിലായോ? ആ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്തിട്ടേ. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര പേർക്ക് കണ്ടെത്തി? ന്യൂ കേസസ് ഓഫ് ഡിസീസ്, അതാണ് നമ്മൾ പറയുന്നത്. കേട്ടോ, നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് ഡിസീസ് ഇൻ എ ഗിവൺ പീരീഡ്. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ടോട്ടൽ പേഴ്സൺ, എത്ര ആളുകൾ, മൊത്തം ആളുകളെ എണ്ണം ഏതാ അതേ കാലയളവില് അപകട സാധ്യതയുള്ള ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ ഫോർമുല ടിക്കിട്ട് വെച്ചേ. 3 key elements, 3 പ്രധാനപ്പെട്ട ഇലമെന്റ്സുകൾ അവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഇൻസിഡന്റ് എന്താണെന്ന് മനസ്സിലായോ? ഈ അടുത്തിടെ രോഗനിർണയം നടത്തിയ കേസുകളുടെ എണ്ണം, അതാണ് ഒന്നാമത്തെ സെന്റൻസ് ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞത്. ഇൻസിഡന്റ് ഈസ് ദ നമ്പർ ഓഫ് ലേറ്റ്ലി ഡയഗ്നോസ്ഡ് കേസസ് ഓഫ് എ ഡിസീസ്. ഇനി അത് കണ്ടുപിടിക്കുന്ന ഫോർമുല എങ്ങനെയാ? ഇൻസിഡന്റ് റേറ്റ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാ? പുതിയ കേസുകൾ അല്ലെ, നമ്പർ ഓഫ് ന്യൂ കേസസ് ഓഫ് ഡിസീസ് ഇൻ എ ഗിവൺ ടൈം പീരീഡ്, ഒരു നിശ്ചിത കാലയളവിലുള്ള പുതിയ രോഗബാധിതരുടെ എണ്ണം, ന്യൂ കേസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ പേഴ്സൺ. എങ്ങനെയാ? ടൈം അറ്റ് റിസ്ക് ഡ്യൂറിങ് ദ ഫോളോ അപ്പ് പീരീഡ്. അതേ സമയപരിധിയില് അവിടെ അപകട സാധ്യത, ആ രോഗം വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ അപകട സാധ്യതയുള്ള പേഷ്യൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ ഫോർമുലയും ഒന്നാമത്തെ സെന്റൻസും അതിൽ നിന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ഇനി 3 നോക്കി. 3 key elements, 3 പ്രധാനപ്പെട്ട ഇലമെന്റ്സ് എന്തൊക്കെയാ വന്നത്? ഓൺലി ന്യൂ കേസസ് ഇൻക്ലൂഡഡ് ഇൻ ദ ന്യൂമറേറ്റർ. കണ്ടോ, ഒന്നാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? പ്രധാനപ്പെട്ട 3 കാര്യങ്ങള്. ന്യൂ കേസ് അല്ലെ, പുതിയ കേസുകൾ മാത്രമേ ന്യൂമറേറ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ശരിയല്ലേ? അതായത് ഇപ്പൊ നമ്മൾ എത്ര പേർക്ക് രോഗം ഡിറ്റക്ട് ചെയ്തു, അതല്ലേ ന്യൂമറേറ്ററിൽ വന്നേക്കുന്നേ. only new cases included in numerator. പുതിയ കേസുകൾ മാത്രമേ ന്യൂമറേറ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതൊരു ഇൻസിഡന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. 3 key elements ആണ്. പുതിയ കേസുകൾ മാത്രം ന്യൂമറേറ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഇൻ ദ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിൽ എന്താ? ടോട്ടൽ പോപ്പുലേഷനിലുള്ള അപകട സാധ്യതയുള്ള ആളുകളാണ് ഡിനോമിനേറ്ററിൽ കൊടുത്തേക്കുന്നത്. ടോട്ടൽ പോപ്പുലേഷൻ അറ്റ് റിസ്ക് ഇൻ ദ ഡിനോമിനേറ്റർ, അവിടെ അപകട സാധ്യതയുള്ള മൊത്തം ആളുകള് അവരാണ് ഡിനോമിനേറ്ററിലുള്ളത്. ടൈം ഇലമെന്റ് നോക്കിയേ. പീരീഡ് ഓവർ വിച്ച് റീസെന്റ് കേസസ് ഡിറ്റക്റ്റഡ്. ഒന്ന് കറക്റ്റ് ചെയ്ത് അവിടെ കണ്ടെത്തുക എന്നുള്ളതാട്ടോ. ഡിഫക്റ്റഡ് അല്ല, ഡിറ്റക്റ്റഡ്. DETECTED ഡിറ്റക്റ്റഡ്. DETECTED ഡിറ്റക്റ്റഡ്, കണ്ടെത്തുക. എന്താ ഡിറ്റക്ട് ചെയ്ത സമീപകാല കേസുകൾ ഡിറ്റക്ട് ചെയ്ത കണ്ടെത്തിയ ആ കാലഘട്ടം ടൈം ഇലമെന്റ്. പീരീഡ് ഓവർ വിച്ച് റീസെന്റ് കേസസ് ഡിറ്റക്റ്റഡ്, സമീപകാല കേസുകൾ കണ്ടെത്തിയ ആ കാലഘട്ടം, പീരീഡ്, അതാണ് ടൈം ഇലമെന്റ്. അപ്പൊ അങ്ങനെ 3 കീ എലമെന്റ്സ് ആണ് അവിടെ കൊടുത്തേക്കുന്നത് ഇൻസിഡൻസിന്റെ കേട്ടോ. ഇനി അടുത്തത് നോക്കുന്നത് 2 മെയിൻ ടൈപ്പ് ഓഫ് ഇൻസിഡൻസ്. 2 പ്രധാനപ്പെട്ട പേരുകൾ മാത്രം പഠിച്ചു വെക്കുക കേട്ടോ. 2 മെയിൻ ടൈപ്സ് ഓഫ് ഇൻസിഡൻസ് ഏതൊക്കെയാണ്? ക്യുമുലേറ്റീവ് ഇൻസിഡൻസ്, രണ്ടാമത്തെ ഇൻസിഡൻസ് റേറ്റ്. ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് കേട്ടിട്ടുണ്ടോ? ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞേക്കുന്നത് അതിന് നമ്മള് ഇൻസിഡൻസ് പ്രപ്പോർഷൻ എന്നും പറയും കേട്ടോ. ഇൻസിഡൻസ് പ്രപ്പോർഷൻ അതൊന്ന് നോട്ട് ചെയ്ത് വേണമെങ്കിൽ വെച്ചു. Cumulative incidence is also known as incidence proportion. Incidence proportion. PROPORTIONS. IP. ഇൻസിഡൻസ് പ്രപ്പോർഷൻ എന്നും പറയും. അതായത് ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലയളവില് ഒരു ജനസംഖ്യയിൽ സംഭവിക്കുന്ന ഒരു നിർദ്ദിഷ്ട സംഭവത്തിന്റെ ഒരു സാധ്യത, അതിന്റെ അളവുകോലാണ് ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അതൊന്നും ചോദിക്കൂല കേട്ടോ. ജസ്റ്റ് ഒരു സെന്റൻസ് മാത്രമേ ഉള്ളൂ, ഒരു വേർഡ് മാത്രം ഉള്ളത് കൊണ്ട് എന്താണെന്ന് പറഞ്ഞു എന്നുള്ളൂ. ഒരു നിശ്ചിത കാലയളവില് ഒരു ജനസംഖ്യയിൽ സംഭവിക്കുന്ന ഒരു നിർദ്ദിഷ്ട
സംഭവത്തിന്റെ സാധ്യതയുടെ അളവുകോലാണ് ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ടൈപ്പ് ഇൻസിഡൻസ് ഏതാണെന്ന് പഠിച്ചു വെച്ചാൽ മതി. ക്യുമുലേറ്റീവ് ഇൻസിഡൻസ് റേറ്റ് രണ്ടെണ്ണം പേര് മാത്രം പഠിക്കാം. ഇനി ഇൻസിഡൻസ് റേറ്റ് ഓർ ഓൾസോ നോൺ ആസ് ഇൻസിഡൻസ് ഡെൻസിറ്റി എന്നും അറിയപ്പെടുന്നുണ്ട്. ഇൻസിഡന്റ് റേറ്റ് അല്ലെങ്കിൽ ഇൻസിഡന്റ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഒരു നിർദ്ദിഷ്ട കാലയളവില് ഒരു ജനസംഖ്യയില് ഒരു രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡന്റ് ഒരു അവസ്ഥയോ എത്ര വേഗത്തിൽ സംഭവിക്കുന്നു അതിനെയാണ് നമ്മള് ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയുന്നത്. എത്ര വേഗത്തിൽ ആ രോഗമോ അവസ്ഥയോ സംഭവിക്കുന്നു അതാണ് ഇൻസിഡൻസ് റേറ്റ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പൊ അതിനകത്ത് രണ്ട് ടൈപ്പ് ഇൻസിഡൻസ് ഏതാണെന്നുള്ളതൊന്ന് ടിക്കിട്ട് വെച്ചോ, നോട്ട് ചെയ്തോ കേട്ടോ. ക്യുമുലേറ്റീവ് ഇൻസിഡൻസും ഇൻസിഡൻസ് റേറ്റും. ഓക്കെ, എന്റെ ഡീറ്റെയിൽ ഒന്നും ചോദിക്കൂല, അല്ലെങ്കിൽ ഡെഫിനിഷൻ ഒന്നും എഴുതാനൊന്നും ചോദിക്കാറില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇൻസിഡൻസിന്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് നോക്കിയേ. അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ്. എന്തിനാ പറയുന്നേ? സ്ഥിതി എത്രത്തോളം എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നു അല്ലെ. എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലേ? ആ സംഭവം എത്രത്തോളം ഉണ്ട് അല്ലെ, എത്ര ആളുകൾക്ക് രോഗമുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാലോ അല്ലെ. പിന്നെ അഡ്രസ് ദ ക്വസ്റ്റ്യൻ, എന്ത് ക്വസ്റ്റ്യനാ നമുക്ക് മറുപടി കിട്ടുന്നത്? ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ്. സ്ഥിതി എത്രത്തോളം രൂക്ഷമാണോ അതോ കുഴപ്പമില്ലയോ മീഡിയമാണോ എന്താണെന്ന് വെച്ചാൽ ആ ഒരു അവസ്ഥ, ആ ഒരു സ്ഥിതി എത്രത്തോളം എന്ന ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം നൽകുന്നു. അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ്. സ്ഥിതി എത്രത്തോളം എന്ന ക്വസ്റ്റ്യന് ആൻസർ നൽകുന്നു. നോക്കിയേ, എ മെഷർ ഓഫ് റിസ്ക് ഓഫ് ഡിസീസ് ബട്ട് ഷുഡ് be for the stipulated time period. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. അതിനകത്ത് നിന്ന് 3 കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്യണം. ഇൻസിഡന്റ് എന്ന് പറഞ്ഞ ഫസ്റ്റ് സെന്റൻസ്, ഇൻസിഡന്റ് റേറ്റ് കാണാനുള്ള ഫോർമുല, പിന്നെ 2 ടൈപ്പ് ഇൻസിഡന്റ് പേരുകൾ നോക്കി വെക്കാം. പിന്നെ ആ 3 കീ എലമെന്റ്സ് ജസ്റ്റ് വേണ്ടി നോക്കിയോ കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എ മെഷർ ഓഫ് റിസ്ക് ഓഫ് ഡിസീസ് ബട്ട് ഷുഡ് ബി ഫോർ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ്. എന്താ പറഞ്ഞേക്കുന്നത്? രോഗബാധിതയുടെ അളവുകോൽ എന്ന് പറയുന്നത് ഒരു നിശ്ചിത ടൈം, കണ്ടോ, സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ്, ഒരു കാലയളവിലേക്കായിരിക്കണം. ആ ടൈം വളരെ ഇമ്പോർട്ടന്റ് ആ. എ മെഷർ ഓഫ് റിസ്ക് ഓഫ് ഡിസീസ്, ആ ഡിസീസിന്റെ റിസ്ക് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു പ്രത്യേക ടൈം പീരീഡിലേക്കായിരിക്കണം. അടുത്ത് നോക്കിയേ, എക്സ്പ്രസ് ദ റിസ്ക് ഓഫ് ഹാവിംഗ് ആൻ ഔട്ട്കം for the population at a risk not for a single person. ഒരു പേഴ്സണ് വേണ്ടിയല്ല, ഒരു വ്യക്തിക്ക് വേണ്ടിയാണോ ചെയ്യുന്നത്? ഒരു സിംഗിൾ പേഴ്സന് വേണ്ടിയാണോ നമ്മൾ ചെയ്യുന്നത്? ഈ റേറ്റ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് അല്ല. എക്സ്പ്രസ് ദ റിസ്ക് ഓഫ് ഹാവിംഗ് ഔട്ട്കം ഫോർ എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷന് വേണ്ടിയാണ് അല്ലെ, ഒരു പേഴ്സന് വേണ്ടിയല്ല. ആ റിസ്കിലുള്ള, ആ അപകട സാധ്യതയുള്ള ജനസംഖ്യയുടെ ഒരു ഔട്ട്കം, ഒരു ഫലം ഉണ്ടാകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു പോപ്പുലേഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഒരു വ്യക്തിയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മാത്രം പരിഗണിച്ചല്ലാതെ. ദെൻ അടുത്ത് നോക്കിയ, പോപ്പുലേഷൻ മസ്റ്റ് ബി ഫ്രീ ഓഫ് ഡിസീസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റഡി. ഒരു ഇമ്പോർട്ടന്റ് ആണ്. അതായത് ആ പഠനത്തിന്റെ ആരംഭത്തില് പോപ്പുലേഷൻ എങ്ങനെയായിരിക്കണം? ഡിസീസ് ഫ്രീ ആയിരിക്കണം. ഫ്രീ ഓഫ് ഡിസീസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റഡി. നമ്മൾ ആ പഠന കാലയളവില് നമ്മൾ ആ റേറ്റ് എടുക്കുമ്പോഴൊക്കെ നമ്മൾ അപ്പോ എല്ലാവരും ഡിസീസ് ഫ്രീ ആയിരിക്കണം. പോപ്പുലേഷൻ ഡിസീസ് ഫ്രീ ആയിരിക്കണം. എന്നാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇത്ര ടൈമില് ഇത്ര ആളുകൾക്ക് വന്നു. കുറെ പേർക്ക് ഓൾറെഡി നേരത്തെ അസുഖം ഉണ്ടെങ്കിൽ പിന്നെ അതും കൂടി കൂട്ടുമ്പോൾ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ കിട്ടുമല്ലോ. അതാ പറഞ്ഞേക്കുന്നത്. Population must be free of disease at the beginning of the study. ആ പഠനത്തിന്റെ ആരംഭത്തില് പോപ്പുലേഷൻ എങ്ങനെയായിരിക്കണം? ഡിസീസ് ഫ്രീ ആയിരിക്കണം. മസ്റ്റ് ബി ഫ്രീ ഓഫ് ഡിസീസ്. 4 പോയിന്റ്സ് ഒന്നോടെ നോക്കിയ ക്യാരക്ടറിസ്റ്റിക്സ്.
എന്തിനാണ്? അഡ്രസ് ദ ക്വസ്റ്റ്യൻ ഹൗ ഫാർ ദ കണ്ടീഷൻ ഈസ്. സ്ഥിതി എത്രത്തോളം, അല്ലെ, എത്രത്തോളം ഉണ്ട് എന്നതിന് നമുക്ക് ആൻസർ തരുന്നു. പിന്നെ അടുത്ത് എന്താ, അതിന്റെ റിസ്ക് നമ്മൾ മെഷർ ചെയ്യുന്ന റിസ്ക് ഓഫ് ഡിസീസ്, ആ ഡിസീസിന്റെ ആ രോഗത്തിന്റെ അപകട സാധ്യത നമ്മൾ അളക്കുന്നത് ഒരു പ്രത്യേക ടൈം പീരീഡിലാണ്. ഷുഡ് ബി ഫോർ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ്. പിന്നെ അടുത്തത് എക്സ്പ്രസ് എന്തിനാണ്? ഒരു സിംഗിൾ പേഴ്സൺ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടല്ല, ഒരു പോപ്പുലേഷനിലെ, അല്ലെ, ഒരു പോപ്പുലേഷനെ കേന്ദ്രീകരിച്ചിട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ രോഗം അപകട സാധ്യതയുള്ള പോപ്പുലേഷനെയാണ് നമ്മൾ നോക്കുന്നത്. ദെൻ അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്? ആ ഒരു പഠനത്തിന്റെ ആരംഭത്തില് പോപ്പുലേഷൻ എങ്ങനെയായിരിക്കണം? പോപ്പുലേഷൻ മസ്റ്റ് ബി ഫ്രീ ഓഫ് ഡിസീസ്. ആ ഡിസീസിൽ നിന്നും ഫ്രീ ആയിരിക്കണം. ഡിസീസ് ഫ്രീ ആയിരിക്കണം. പോപ്പുലേഷൻ മസ്റ്റ് ബി ഫ്രീ ഓഫ് ഡിസീസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റഡി. ഇനി അടുത്തത് യൂസസ് ആണ്. എന്തൊക്കെയാണ് ഇൻസിഡൻസിന്റെ യൂസസ്? ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. എക്സ്പ്ലെയിൻ ദ റിസ്ക് ഓഫ് ഡിസീസ് ഒക്കറൻസ് ഓവർ ടൈം. ഓവർ ടൈം നമുക്ക് രോഗം വരാനുള്ള സാധ്യത വിശദീകരിക്കുന്നു. എക്സ്പ്ലെയിൻ ദ റിസ്ക് ഓഫ് ഡിസീസ് ഉണ്ടോ? നമുക്ക് ആ രോഗം വരാനുള്ള സാധ്യത എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ അതിന്റെ റേറ്റ് ഒക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം രോഗം വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെ, അത് മെഷർ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നു. ഒന്നാമത്തെ പോയിന്റ് എന്താ? എക്സ്പ്ലെയിൻ ദ റിസ്ക് ഓഫ് ഡിസീസ് ഒക്കറൻസ് ഓവർ ടൈം. ഓവർ ടൈം നമുക്ക് രോഗം വരാനുള്ള സാധ്യത എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇനി അടുത്ത് നോക്കിയേ, യൂസ്ഫുൾ ഇൻ ഇൻസിഡൻസ് ഈസ് യൂസ്ഫുൾ ഇൻ പ്ലാനിങ്. ആസൂത്രണം ചെയ്യാൻ. എന്താണ്? ഫോർ പ്രിവെന്റീവ് മെഷേഴ്സ്. ഒരു പ്രിവെന്റീവ് മെഷേഴ്സ്, പ്രതിരോധ നടപടികളൊക്കെ പ്ലാൻ ചെയ്യുന്നതിന് ഈ ഇൻസിഡൻസ് യൂസ്ഫുൾ ആണ്. നമുക്ക് എത്ര പേർക്ക് ആ സംഭവം റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് ആസൂത്രണം ചെയ്യാലോ, അല്ലെ? അപ്പൊ ഹൈ റിസ്ക് കൂടുതലാണ്, അല്ലെങ്കിൽ ഒത്തിരി ആളുകൾ കൂടുതലാണ്, അപ്പൊ അതിനനുസരിച്ചുള്ള നമുക്ക് പ്രിവെന്റീവ് മെഷേഴ്സ് നമുക്ക് ആസൂത്രണം ചെയ്യാൻ പറ്റും. അത് നോക്കിയേ, ആസ് ടു പ്രിപ്പയർ സോഴ്സ് ടു കോമ്പാക്ട് ഇവന്റ്സ്. എന്താ സോഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന്, അല്ലെ, ആ സംഭവങ്ങളെ ചെറുക്കുന്നതിനുള്ള, സമാനമായ സംഭവങ്ങളെ ചെറുക്കുന്നതിനുള്ള ആ റിസോഴ്സുകൾ പ്രിപ്പയർ ചെയ്യുന്നതിനും ഈ ഇൻസിഡൻസ് യൂസ്ഫുൾ ആണ്. ഇനി നോക്കിയേ, കമ്പയർ ദ റിസ്ക് ഓഫ് ഡിസീസ് ബിറ്റ്വീൻ 2 or more പോപ്പുലേഷൻ. കണ്ടോ, 2 അതിലധികമോ പോപ്പുലേഷനിലുള്ള ആ ഡിസീസുകളെ തമ്മിൽ കമ്പയർ ചെയ്യുക. അതിന്റെ റിസ്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നു. ഉണ്ടോ? 2 അതിലധികമോ പോപ്പുലേഷൻ, ജനവിഭാഗങ്ങൾ തമ്മിലുള്ള രോഗസാധ്യതയെ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്നു. ഉണ്ടോ? 2 പോപ്പുലേഷനിൽ നമ്മൾ ഇൻസിഡൻസ് റേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 കൂടി കമ്പയർ ചെയ്യാൻ പറ്റൂലേ, അല്ലേ? കമ്പയർ ദ റിസ്ക് ഓഫ് ഡിസീസ് ബിറ്റ്വീൻ 2 or more population. 2 അതിലധികമോ ജനവിഭാഗങ്ങൾ തമ്മിലുള്ള രോഗസാധ്യത അത് കമ്പയർ ചെയ്യാൻ പറ്റുന്നു. അടുത്ത് നോക്കി, ലാസ്റ്റ് എന്താണ്? as the incident rate are influenced by any factors and dictate the risk factors. എന്താ പറഞ്ഞേക്കുന്നേ? നമുക്ക് ഈ സംഭവങ്ങളുടെ നിരക്ക് ഏതെങ്കിലും ഒരു ഫാക്ടേഴ്സ്, ഏതെങ്കിലും ഒരു ഘടകത്താൽ സ്വാധീനിക്കുകയും അപകട സാധ്യതയുള്ള ഘടകങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു. ഡിറ്റക്ട് ചെയ്യുക, കണ്ടെത്തുക. ഡിറ്റക്ട് ദ റിസ്ക് ഫാക്ടേഴ്സ്. അതിന് റിസ്ക് ഫാക്ടേഴ്സ്, അപകട സാധ്യതയുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്ന് കണ്ടെത്താനും ഇൻസിഡൻസ് ഉപയോഗിക്കുന്നു. ഉണ്ടോ? as the incident rate are influenced by any factor and ഏതെങ്കിലും ഘടകങ്ങളാൽ സ്വാധീനിക്കുകയാണെങ്കിൽ സംഭവങ്ങളുടെ നിരക്ക്, അത് ഇൻസിഡന്റ് റേറ്റ്, സംഭവങ്ങളുടെ നിരക്ക് ഏതെങ്കിലും ഘടകത്താൽ സ്വാധീനിക്കുകയാണെങ്കിൽ ആ ഫാക്ടർ ഉണ്ടോ, ഡിറ്റക്ട് ദ റിസ്ക് ഫാക്ടർ, ആ അപകട സാധ്യതയുടെ ഫാക്ടേഴ്സ്, ഘടകങ്ങള് നമുക്ക് എന്താണെന്ന് കണ്ടെത്താനും ഇൻസിഡൻസ് സഹായിക്കുന്നു. കോമ്പാക്ട് എന്ന് പറഞ്ഞാൽ അതേപോലെയുള്ള സമാനമായ സംഭവങ്ങൾ കേട്ടോ, അതേപോലെയുള്ള സംഭവങ്ങളെ നമുക്ക് ചെറുത്ത് നിൽക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള റിസോഴ്സുകൾ പ്രിപ്പയർ ചെയ്യാനും പറ്റുന്നു.
പ്ലാനിങ് പർപ്പസ് നോക്കിയാൽ യൂസ്ഫുൾ ഇൻ പ്ലാനിങ് ഫോർ പ്രിവെന്റീവ് മെഷേഴ്സ്. നമുക്ക് അത് രോഗങ്ങളെ, നമുക്ക് ആ റിസ്കുകളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ടുള്ള ഒരു പ്രിവെന്റീവ് എന്ന് വെച്ചാൽ പ്രതിരോധ നടപടികളെ നമുക്ക് പ്ലാൻ ചെയ്യാനും, പിന്നെ ആസ് ടു പ്രിപ്പയർ റിസോഴ്സ് ടു കോമ്പാക്ട്. അതേ സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ, അതിന്റെ ആ റിസ്കുകള്, അപ്പൊ ആ റിസോഴ്സിനെ, അതിന് വേണ്ട സാധനങ്ങൾ, റിസോഴ്സുകൾ, ഉറവിടങ്ങൾ, വിഭവങ്ങൾ അതിന് പ്രിപ്പയർ ചെയ്യാനും എന്ത് ചെയ്യുന്നു, ഈ ഇൻസിഡൻസ് ഉപയോഗപ്രദമാണ്. രണ്ടും ഒരു പ്രിവെന്റീവ് മെത്തേഡ് എന്നുള്ള നിലയിലാട്ടോ പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി എന്തൊക്കെയാണ് യൂസസ് എന്നുള്ളത് കേട്ടോ. ഒരു ചെറിയ കാര്യങ്ങളും കൂടി ഉള്ളു. 29 അല്ലേ? എവിടെയൊക്കെയാണ് ഇതും എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇൻസിഡൻസ് ഈസ് ഹെൽപ്ഫുൾ ഇൻ, എവിടെയൊക്കെ ഇൻസിഡൻസ് ഉപയോഗിക്കാം, എവിടെയാ? ഇൻ പാത്തോജെനിസിസ് എന്ന് വെച്ചാൽ എന്താ? രോഗനിർണയത്തിന് അല്ലെ, രോഗനിർണയത്തിന് നമുക്ക് ഇൻസിഡൻസ് ഉപയോഗിക്കാം. ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഡിസീസ്, അതാണ് പത്തോളജി. നമുക്ക് അറിയാം സ്റ്റഡി ഓഫ് ഡിസീസ് അല്ലെ. പത്തോജെനിസിസിന് അല്ലെ, രോഗനിർണയത്തിന് ഇൻസിഡൻസ് നമുക്ക് ഉപയോഗിക്കാം, രോഗം ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ടു ഫൈൻഡ് ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ, രോഗവ്യാപനം കണ്ടെത്തുന്നതിന്. രണ്ടാമത്തെ എന്താ? ടു ഫൈൻഡ് ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ, രോഗവ്യാപനം കണ്ടെത്തുന്നതിന്, രോഗവ്യാപനം കണ്ടെത്തുന്നതിന്. ടു കൺട്രോൾ ഡിസീസ്, ഡിസീസിനെ കൺട്രോൾ ചെയ്യുന്നതിന്, രോഗത്തെ നിയന്ത്രിക്കുന്നതിന് ഇൻസിഡൻസ് സഹായമാകും. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു 5 പോയിന്റ് ടിക്ക് ഇട്ട് തന്നെ വെക്കുക. ഇൻ പാത്തോജെനസിസ് രോഗനിർണയത്തിന്, പിന്നെ നമുക്ക് ടു ഫൈൻഡ് ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ രോഗവ്യാപനം കണ്ടെത്തുന്നതിന്, പിന്നെ എന്താ? ടു കൺട്രോൾ ഡിസീസ് രോഗം കൺട്രോൾ ചെയ്യുന്നതിന്, നിയന്ത്രിക്കുന്നതിന്. പിന്നെ അടുത്ത് നോക്കിയ ഇൻ റിസ്ട്രെയിൻ ആൻഡ് തെറാപ്യൂട്ടിക് മെഷേഴ്സ്. റിസ്ട്രെയിൻ എന്ന് വെച്ചാൽ എന്താ? നമുക്ക് നിയന്ത്രിക്കുക എന്നുള്ളത് കേട്ടോ. ഇൻ റിസ്ട്രെയിൻ നിയന്ത്രണത്തിലും, തെറാപ്യൂട്ടിക് ചികിത്സാപരമായിട്ടുള്ള ചികിത്സ അളവിലും. റിസ്ട്രെയിൻ ആൻഡ് തെറാപ്യൂട്ടിക് മെഷേഴ്സ്, നിയന്ത്രണ, രോഗത്തെ നിയന്ത്രിക്കുന്നതിനും ചികിത്സാപരമായിട്ടുള്ള മെഷർമെന്റ്സ് ആയിട്ടും ഇൻസിഡൻസ് ഉപയോഗിക്കുന്നു. Then ലാസ്റ്റ് നോക്കി ഇൻ ഹെൽത്ത് പോളിസീസ് മേക്കിംഗ്, ആരോഗ്യ നയങ്ങള് മേക്ക് ചെയ്യാൻ, ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇൻ ഹെൽത്ത് പോളിസീസ് മേക്കിംഗ്, ഒരു ആരോഗ്യ നയങ്ങള് ഉണ്ടാക്കുന്നതിനും ഈ ഇൻസിഡൻസ് അല്ലെങ്കിൽ ആ ഒരു സംഭവം, ഈയിടെ രോഗനിർണയം നടത്തിയ കേസുകള് അത് സഹായിക്കുന്നു. അതാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഹെൽപ്ഫുൾ എവിടെയൊക്കെയാണ് ഇൻസിഡൻസ് ഹെൽപ്ഫുൾ ആവണേന്ന് കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. പാത്തോജെനിസിസ് ടു ഫൈൻഡ് ഡിസീസ് ഡിസ്ട്രിബ്യൂഷൻ, രോഗവ്യാപനം കണ്ടെത്താൻ, ഡിസീസിനെ കൺട്രോൾ ചെയ്യാൻ, ടു റീസ്ട്രെയിൻ നിയന്ത്രണത്തിന്, ആൻഡ് തെറാപ്യൂട്ടിക് മെഷർമെന്റ്സ് ഒരു ചികിത്സാപരമായിട്ടുള്ള ഒരു മെഷർമെന്റ് ആയിട്ട് നമുക്ക് നിയന്ത്രണം, ഡിസീസിനെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കും. പിന്നെ ഈ ഹെൽത്ത് പോളിസി മേക്കിംഗ്, ഒരു ആരോഗ്യ നയം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടും ഉണ്ടാക്കുന്നതിനും ഇൻസിഡൻസ് ഉപയോഗിക്കും. ഹെൽപ്ഫുൾ. അപ്പൊ അതിനകത്തുനിന്ന് അത്രയും കാര്യങ്ങൾ ഇന്ന് പഠിപ്പിച്ചതിന് നോട്ട് ചെയ്തിട്ടാട്ടോ. ഹെൽപ്ഫുൾ എന്നുള്ള 5 പോയിന്റ് നോക്കിയിടണം. 2 ടൈപ്പ് ഇൻസിഡൻസ് ഏതാന്നുള്ള പേരുകൾ മാത്രം പഠിച്ചാൽ മതി. പേരുകൾ നോക്കണം. പിന്നെ അടുത്തത് ഇൻസിഡൻസ് എന്താണെന്നുള്ളത് നോക്കണം. അതിന്റെ ഫോർമുല നോക്കണം. പിന്നെ ആ കോളം ഫാക്ടേഴ്സ് പ്രിവാലൻസിനെ അഫക്ട് ചെയ്യുന്ന ഇൻക്രീസ്ഡ് ബൈ ഡിക്രീസ്ഡ് ബൈ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ കോളം ടേബിൾ നോക്കണം. പിന്നെ നമ്മുടെ ലിമിറ്റേഷൻസ്, പ്രിവാലൻസിന്റെ ലിമിറ്റേഷൻസ്, ഇത്രയൊക്കെ അതിന് ഇമ്പോർട്ടന്റ് ആണ്. അത്രയൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ബാക്കി ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അടുത്ത ക്ലാസ്സോടുകൂടി ഈ ചാപ്റ്റർ തീരും. ഓക്കെ, ബൈ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.